ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ജൂലൈ മാസം 11-ാം തീയതി. ഈ നല്ല ദിവസം എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ അവകാശം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ഭാരങ്ങളെ അന്യോന്യം ചുമക്കണം എന്നുള്ളതാണ്. പഴയ പുതിയ നിയമങ്ങളിൽ ഒരുപോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഓരോരുത്തരും താൻ തൻ്റെ കാര്യം മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യവും കൂടെ നോക്കണം. ഓരോരുത്തരും അവനവൻ്റെ ഭാരം വഹിക്കണമെന്നുള്ളത് വ്യക്തമായ ടീച്ചിങ്ങാണ്. എന്നാൽ അത് മാത്രം പോരാ, സഹോദരൻ്റെ കാര്യം കൂടെ നോക്കണം എന്നുള്ളതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രമാണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ പ്രമാണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പല ആളുകളും അത് പാലിക്കുന്നവരല്ല. അവർ പറയുന്നത് സ്വന്തം കാര്യം സിന്ദാബാദ്, അതാണ് അവർ പറയുന്നത്. ഞാൻ എൻ്റെ കാര്യം നോക്കും, മറ്റാരുടെയും കാര്യം നോക്കാനൊന്നും എനിക്ക് നേരമില്ല എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ചിന്താഗതി പല വിശ്വാസികളുടെയും മധ്യത്തിലുണ്ട്. ഇസ്രായേലിലെ 2.5 ഗോത്രങ്ങൾ യോർദാൻ്റെ കിഴക്കൻ ഭാഗം അവർക്ക് വേണമെന്ന് മോശയോട് പറഞ്ഞു. ഓഗിൻ്റെയും മറ്റും ദേശമായിരുന്നു ആ ദേശം. ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങളും ചേർന്ന് യുദ്ധം ചെയ്ത് കീഴടക്കി. അത് 2.5 ഗോത്രങ്ങൾ മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് ആടുമാടുകളുണ്ട്, ഈ ദേശം വളരെ പുല്ലും വെള്ളവും ഒക്കെയുള്ള ദേശമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ 2.5 ഗോത്രങ്ങൾക്ക് ആ ദേശം വേണമെന്ന് പറഞ്ഞു. മറ്റുള്ളവർക്ക് കനാനിൽ ചെന്ന് ദേശം കീഴടക്കി അതെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അവകാശം തരണ്ട, നിങ്ങൾ അവകാശം എടുത്തുകൊള്ളാനാണ് പറഞ്ഞത്. അപ്പോൾ 12 ഗോത്രങ്ങളുള്ളതിൽ യോർദാൻ്റെ കിഴക്ക് ഭാഗത്തുള്ളതായിരിക്കുന്ന ദേശം കീഴടക്കുവാനായിട്ട് 12 ഗോത്രങ്ങൾ ഒരുമിച്ചാണ് മോശയുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്തത്. എന്നാൽ ഇപ്പോഴവർ യോർദാൻ കടന്ന് കനാനിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 2.5 ഗോത്രങ്ങൾ മുഴുവനും യോർദാൻ്റെ കിഴക്ക് വശത്ത് താമസമാക്കണമോ അതോ ഈ ഗോത്രങ്ങൾ കൂടെ യോർദാൻ കടന്ന് അക്കരെ പോയി പടിഞ്ഞാറ് വശത്ത് പോയി ആ ദേശം യുദ്ധം ചെയ്ത് കീഴടക്കി ഇസ്രായേലിലെ മറ്റ് 9 ഗോത്രങ്ങൾക്ക് കൊടുക്കണോ എന്നുള്ള ഒരു വലിയ ചോദ്യം അവരുടെ മുമ്പിലുണ്ടായി. അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഇക്കരെ താമസിക്കാൻ ഒക്കില്ല, നിങ്ങൾക്ക് ആ ദേശാവകാശമായി തന്നതാണ്, പക്ഷേ യുദ്ധം തീരുന്നതുവരെ നിങ്ങൾ ജനത്തോടുകൂടെ അക്കരയ്ക്ക് കടന്ന് 9 ഗോത്രങ്ങൾക്ക് അവിടെ അവകാശം നേടിയെടുത്ത് പ്രാപിച്ചതിന് ശേഷം നിങ്ങൾക്ക് പുരുഷന്മാർക്ക് മടങ്ങി വന്ന് യോർദാന് കിഴക്കുവശത്ത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായിരിക്കുന്ന ദേശത്ത് വസിക്കാമെന്ന് പറഞ്ഞു. അവർ ദേശം കൈവശമാക്കുവോളം 2.5 ഗോത്രങ്ങൾ അവരെ സഹായിക്കണം. 2.5 ഗോത്രങ്ങൾ പറഞ്ഞു, ഞങ്ങളങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. കനാൻ കീഴടക്കുന്നത് വരെ അവർ യോശുവയുടെ നേതൃത്വത്തിൽ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു. ചില വർഷങ്ങൾ തന്നെ കഴിഞ്ഞാണ് അവർ തിരിച്ചവരുടെ ഭവനങ്ങളിലേക്ക് പോകുന്നത്. അത്രയും കാലം അവരുടെ മക്കളെയും ഭാര്യമാരെയും വിട്ട് അവർ ഇസ്രായേൽ മക്കളുടെ കൂടെ കനാൻ ദേശത്തെ യുദ്ധത്തിൽ ഇടപെട്ടു. അതിനുശേഷം അവർ യുദ്ധമെല്ലാം കഴിഞ്ഞു, അവർ തിരിച്ചു പോയി. യോർദാൻ അക്കരെയുള്ള ദേശത്തേക്ക് അവർ തിരിച്ചു പോകുമ്പോൾ കനാലിൽ നിന്നും അവർക്ക് ലഭിച്ചതായിരിക്കുന്ന കൊള്ളയിൽ യോഗ്യമായ ഒരു പങ്ക് യോശുവയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അവർക്ക് നൽകി. അങ്ങനെ അവരെ അനുഗ്രഹിച്ച് അവർ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് പരസ്പര സഹായത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും വഴിയാണ്. അന്യോന്യം സഹായിക്കുക വഴി ആരും നഷ്ടക്കാരനാകുന്നില്ല. ഈ 2.5 ഗോത്രങ്ങൾ 9 ഗോത്രങ്ങളെ സഹായിച്ചതുകൊണ്ട് അവർക്കൊരു നഷ്ടവും വന്നില്ല. അവർ തിരിച്ചു പോകുമ്പോൾ പിടിപ്പത് കൊള്ളകൊണ്ടാണ് അവർ പോയത്. അവരിക്കലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അവർക്കത് ലഭിക്കുമായിരുന്നില്ല. അവരുടെ ആടുമാടുകളും കന്നുകാലികളും അവരുടെ മക്കളും മറ്റുള്ളവരും അത് നോക്കുമായിരുന്നു. 20 വയസ്സിന് മേൽ പ്രായമുള്ളവർ മാത്രമാണ് യോർദാൻ കടന്ന് ഇക്കരെ യുദ്ധത്തിന് വന്നത്. ബാക്കിയുള്ളവരും 50 വയസ്സിന് മേൽ പ്രായമുള്ളവരുമായ ആളുകൾ അവരുടെ ആടുമാടുകളെ നോക്കുവാനും അവരെ സംരക്ഷിക്കുവാനുമായിട്ട് യോർദാന് കിഴക്ക് ഭാഗത്ത് തന്നെ അവർ നിന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ അനുഗ്രഹം ഉണ്ടായി. 12 ഗോത്രങ്ങൾക്കും അവകാശം കിട്ടി. ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതം പരസ്പര സഹായത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും വഴിയാണ്, മാർഗമാണ്. ഈ അന്യോന്യം സഹായിക്കുക വഴി ആരും നഷ്ടമാകുന്നില്ല. ആളുകൾക്ക് അങ്ങനെ ഒരു ഭയമുണ്ട്,
ഞാൻ അവരെ സഹായിക്കാനായിട്ട് പോയാൽ 5-6 വർഷം 6 വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നത്. ഈ 5-6 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ മക്കളൊക്കെ വലുതാകും. ആരും ഞങ്ങളെ തിരിച്ചറിയില്ല. ഞങ്ങളുടെ ദേശമൊക്കെ നോക്കാതെ കൃഷി ചെയ്യാതെ അന്യാധീനമായി പോവില്ല. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവർ ഭയപ്പെട്ട് ഒന്നും സംഭവിച്ചില്ല. ദൈവം അതെല്ലാം സുരക്ഷിതമായി സൂക്ഷിച്ചു. യോർദാന് കിഴക്കുള്ള ദേശം 12 ഗോത്രങ്ങൾ ചേർന്നാണ് കീഴടക്കിയത്. അതുകൊണ്ട് തന്നെ യോർദാന് പടിഞ്ഞാറുള്ള പ്രദേശം 12 ഗോത്രങ്ങൾ തന്നെ ചേർന്ന് കീഴടക്കണം. 2.5 ഗോത്രങ്ങളുടെ അവകാശത്തിന് വേണ്ടി ബാക്കി 9 ഗോത്രങ്ങൾ യുദ്ധം ചെയ്തെങ്കിൽ 9 ഗോത്രങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി 2.5 ഗോത്രങ്ങളുടെ യുദ്ധം ചെയ്തതിന് എന്താ കുഴപ്പം? ഒരു പ്രശ്നവും കണ്ടില്ല. എന്ന് മാത്രമല്ല, ആർക്കും ഒരു കുറവും ഉണ്ടായില്ല. ദൈവത്തിൻ്റെ പരിപാടികളെല്ലാം അങ്ങനെ തന്നെയാണ്. പരസ്പരം സഹായിക്കുക, അനുഗ്രഹങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുക. അങ്ങനെ ചെയ്താൽ ദൈവജനം ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെടും. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. നാം തനിയെ നമ്മുടെ അവകാശങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന് പറയുമ്പോൾ നമുക്കത് കഴിയും. പക്ഷേ അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് എല്ലാവരും ചേർന്ന് അത് വെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രമാണം ഇന്ന് അനേകരും പാലിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. പുതിയ നിയമത്തിലും അതുതന്നെയാണ്. എല്ലാവരും മറ്റുള്ളവൻ്റെ സഹോദരൻ്റെ കാര്യം കൂടെ നോക്കണം എന്ന കൽപ്പന പാലിക്കുവാനായിട്ട് ഇന്ന് ആളുകൾ മുൻപോട്ട് വരുന്നില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ള, സഹോദരൻ്റെ കാര്യം സഹോദരൻ നോക്കട്ടെ എന്ന മട്ടിലാണ് ഇന്ന് ആളുകൾ ജീവിക്കുന്നത്. അത് പുതിയ നിയമത്തിൻ്റെ പ്രമാണമല്ല, പഴയ നിയമത്തിൻ്റെ പ്രമാണവുമായിരുന്നില്ല. പരസ്പര സ്നേഹവും പരസ്പര പ്രോത്സാഹനവും പരസ്പര സൗഹൃദത്വവും ഒക്കെ ക്രിസ്തീയ പ്രമാണങ്ങളുടെ ഏറ്റവും കേന്ദ്രമായിരിക്കുന്ന ആശയങ്ങളാണ്. അതൊക്കെ നാം പാലിക്കുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇന്ന് അനേകരും ഈ പ്രമാണങ്ങൾ ഉപേക്ഷിച്ചു സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണെന്ന് പറയുവാനുള്ള കാരണങ്ങളല്ല. ഒരുപക്ഷെ ചിലരെ മുന്നേറിയെന്ന് വരാം. അവരുടെ കാര്യങ്ങൾ അവർ നന്നായി നോക്കിയതുകൊണ്ട് മറ്റുള്ളവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഭൂമിയിൽ കൃഷി ഇറക്കിയെന്ന് വരാം. അതൊക്കെ ചില അപവാദങ്ങളാണ്. അതൊക്കെ ചിലപ്പോൾ നടന്നെന്ന് വരാം. പക്ഷേ ഒരു ഗോത്രത്തിന് ഒരു കുറവും വരാതെ ദൈവം സൂക്ഷിക്കുന്നവരാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നാം കഷ്ടമനുഭവിക്കുന്നതും അവരുടെ ജോലികൾ ചെയ്തു കൊടുക്കുന്നതും അവരെ സഹായിക്കുന്നതും നമുക്കൊരിക്കലും നഷ്ടമായി വരുമെന്ന് വിചാരിക്കരുത്. ലാഭവും നഷ്ടവും ക്രിസ്തീയ കുലത്തിൽ അങ്ങനെയല്ല കൂട്ടുന്നത്. എൻ്റെ സഹോദരൻ്റെ ലാഭം എൻ്റെ ലാഭമാണ്, എൻ്റെ സഹോദരൻ്റെ നഷ്ടം എൻ്റെ നഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു ചിന്താഗതിയോടുകൂടെ സഹോദരത്വത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അങ്ങനെ ക്രിസ്ത്യാനികളായി, സത്യക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ വലിയവനായ ദൈവം നിങ്ങളെയും നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.